ക്രിസ്തുവിന്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയുന്നത് സ്വന്തം എന്നുള്ള ഒരു ബന്ധമാവുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേലിൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം A-Z കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവമായിട്ട് എടുക്കും. അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും. കാര്യം നിങ്ങൾക്കറിയാലോ, ഓരോ ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണമല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും ഫലത്തില്. സങ്കീർത്തനം 118:8-9. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവ ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്കാർ ഭരിക്കാതെ വരണത്. അതായത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ എടുക്കുക, ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കി പറയും.